പോലീസിന്റെ മികവാർന്ന അന്വേഷണമാണ് മയക്കുമരുന്ന് കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇക്കുറി കുരുക്കായത്. 10 വർഷം മുമ്പത്തെ ആദ്യ കേസിൽ പോലീസിന്റെ പാളിച്ചകൾ മൂലം രക്ഷപ്പെടാനായതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു നടൻ. 2 മുന്നണി സർക്കാരുകളുടെ കാലത്ത് നടന്ന 2 കേസുകളിലെ അനുഭവം രാഷ്ട്രീയ ചർച്ചയ്ക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. 2 കേസുകളിലും പ്രതി ഒരാൾ തന്നെ, നടൻ ഷൈൻ ടോം ചാക്കോ. ആദ്യ കേസ് 2015, രണ്ടാമത്തെ കേസ് 2025. ആദ്യ കേസിലെ വിധി വന്നത് അടുത്ത കാലത്താണ്. തെളിവിൻ്റെ അഭാവത്തിൽ പ്രതിയെ കോടതി കുറ്റവിമുക്തനാക്കുകയായിരുന്നു. റെയ്ഡിലും തുടർ നടപടികളിലും പോലീസ് വരുത്തിയ വീഴ്ച കോടതി ഉത്തരവിൽ അക്കമിട്ട് വിശദീകരിച്ചു. കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്ത കൊക്കൈൻ്റെ ഘടകങ്ങൾ വേർതിരിച്ച് പരിശോധിക്കാതിരുന്നത് പ്രധാനപ്പെട്ട വീഴ്ചകളിലൊന്നായി. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കാൻ പോലും അന്ന് റെയ്ഡ് നടത്തിയ പോലീസ് സംഘം തയ്യാറായില്ല. പോലീസ് ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മോയിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. രഹസ്യവിവരം ലഭിച്ചെന്ന വാദം പോലീസ് തന്നെ പിന്നീട് കോടതിയിൽ തള്ളി. ഫ്ളാറ്റ് തുറന്നതാരെന്നും ആദ്യം അകത്തേക്ക് പ്രവേശിച്ചതാരെന്നും ഓർമ്മയില്ല എന്നായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ മൊഴി. പ്രതികളെ പരിശോധിച്ചത് ഡ്യൂട്ടിയിലില്ലാത്ത ഗസറ്റഡ് ഉദ്യോഗസ്ഥനായിരുന്നു. 7 ഗ്രാം കൊക്കൈൻ പിടിച്ചെടുത്തതായാണ് പോലീസ് റെക്കോർഡിലുണ്ടായിരുന്നത്. എന്നാൽ ഇത് പിടിച്ചെടുത്തത് പ്രതികളിൽ നിന്നാണ് തെളിയിക്കുന്ന കാര്യത്തിൽ പോലീസ് അന്ന് പൂർണ്ണമായി പരാജയപ്പെട്ടു. അതായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ചുരുക്കത്തിൽ എല്ലാ തെളിവുകളോടെയും മയക്കുമരുന്നുമായി പ്രതിയെ പിടികൂടിയ കേസായിട്ടും അന്ന് കേസ് ജയിക്കാൻ പോലീസിനായില്ല. 2015 ജനുവരി 31 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കാലത്തായിരുന്നു ആദ്യ കേസിന് ആസ്പദമായ റെയ്ഡ് നടന്നത്. പ്രതികളെ വെറുതെ വിട്ട വിധിയെ തുടർന്ന് UDF സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയർന്നു. ഇത്തരം വീഴ്ചകളാണ് പിന്നീട് കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപനത്തിനിടയാക്കിയതെന്നും UDFനെതിരെ ആരോപണമുയർന്നു. 10 വർഷത്തിന് ശേഷം അതേ ഷൈൻ ടോം ചാക്കോ സമാന സ്വഭാവമുള്ള മറ്റൊരു കേസിൽ അറസ്റ്റിലാവുന്നു. ഈ കേസിലാവട്ടെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ആകെയുള്ളത് ഷൈൻ ഹോട്ടലിൽ നിന്നോടുന്ന ഒരു CCTV ദൃശ്യം മാത്രം. മയക്കുമരുന്നുമായി പ്രതിയെ പിടിച്ചിട്ടില്ല. പ്രതി താമസിച്ചിരുന്ന മുറിയിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുമില്ല. മയക്കുമരുന്ന് വിൽപ്പനക്കാരാരെയും ആ സമയം ഹോട്ടലിൽ നിന്ന് പിടികൂടിയിട്ടുമില്ല. എന്നാൽ മാറിയ കാലത്ത് ജാഗ്രതയോടെ പോലീസ് പ്രവർത്തിച്ചു. തെളിവുകൾ പരമാവധി ശേഖരിച്ച് ഷൈനിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ശേഖരിച്ച തെളിവുകളാണ് ഷൈനിനെ കുരുക്കിയത് എന്നർത്ഥം. 2 കേസുകളിലും പോലീസിൻ്റെ സമീപനം 2 തരത്തിലായിരുന്നുവെന്ന് പരിശോധിച്ചാൽ വ്യക്തമാകും. എങ്ങനെ ആവരുത് മയക്കുമരുന്ന് കേസിലെ അന്വേഷണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ആദ്യ കേസ്. മയക്കുമരുന്നെന്ന സാമൂഹ്യ വിപത്തിനെ ഒരു ഭരണകൂടം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തെളിയിക്കുന്നതാണ് പുതിയ കേസ്. സാലി മുഹമ്മദ്, കൊച്ചി.